ആ ഗ്രാമത്തിൽ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ ഉത്സവകാലത്ത് 7 ദിവസവും ആൾക്കാർക്ക് കഞ്ഞി, മുതിരപ്പുഴുക്ക് മുതലായവ ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ട് നൽകും. അപ്പോൾ ആദ്യമായിട്ട് അവിടെ അത് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളും പോവാറുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് മുകുന്ദൻ സ്കൂളിൽ 6ലോ മറ്റോ പഠിക്കുകയാണ്. അവൻ തനിയെ പോയപ്പോൾ ആദ്യം ബ്രാഹ്മണരുടെ സദ്യയാണ്. ആ ബ്രാഹ്മണർ അവരുടെ കൂടെ മറ്റുള്ളവർ ഇരിക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ നിയമത്തെ മറികടന്ന് അവൻ അവരുടെ കൂടെ ഇരുന്നു. അപ്പോൾ അതിൽ ഒരു തലമൂത്ത ബ്രാഹ്മണൻ പറഞ്ഞു, നീ ഇங்கே ഇരിക്കക്കൂടാതെ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ദേഷ്യപ്പെട്ടിട്ട്, ഞാൻ ഇங்கே തന്നെ ഇരുന്ന് കഞ്ഞി കുടിക്കപ്പോറേ, നീ എന്താ ചെയ്യുക പട്ടരെ എന്ന് അയാളോട് എതിർത്ത് ചോദിച്ചു. ഇതാണ് തോന്നുന്നു ആദ്യമായിട്ടുള്ള ഒരു പ്രതികരണം. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെ പ്രീ ഡിഗ്രി പാസ്സായി. ബികോമിന് ചേർന്ന് പരീക്ഷ മുഴുവൻ എഴുതിയില്ല. തൃശൂർ സെൻറ് തോമസ് കോളേജിൽ കോമേഴ്സ് പഠനം പൂർത്തിയാക്കിയ മേനോൻ പക്ഷേ പരീക്ഷ എഴുതിയില്ല. ടൈപ്പ് റൈറ്റിങ്ങിലും ഷോർട്ട് ഹാൻഡിലും നല്ല വൈദഗ്ധ്യം നേടിയിരുന്നതിനാൽ ജോലി സമ്പാദിക്കാൻ ഇത് മതിയാകുമെന്നും താനിനി പഠനത്തിനില്ലെന്നും മേനോൻ ശഠിച്ചു. തുടർന്ന് പുതിയ മേച്ചിൽപ്പുറം തേടി ഡൽഹിയിലേക്ക്. യാത്ര അറിവിൻ്റെയും അനുഭവങ്ങളുടെയും അജ്ഞാത സ്ഥലികളിലേക്ക്. മരുപ്പറമ്പുകളും ജനാരണ്യങ്ങളും വറുതിയുടെ വെയിലും സമൃദ്ധിയുടെ വർഷവും തടവിൻ്റെ ഏകാന്തതയും സ്വേച്ഛയുടെ സ്വാതന്ത്ര്യവും. മുകുന്ദൻ സി മേനോൻ എന്ന മനുഷ്യനെ, മനുഷ്യാവകാശ പോരാളിയെ, വിപ്ലവകാരിയെ ഈ യാത്രയാണ് നിർവചിക്കുന്നതും നിർണയിക്കുന്നതും. ദില്ലി 1969. ഗ്രാമീണ ശാന്തതയിൽ നിന്നും എത്തിയ മുകുന്ദന് നഗരകാന്താരം പുതിയൊരനുഭവമായി. തെരുവുകൾ, മനുഷ്യർ, ആരവങ്ങൾ, പിന്നെയും തെരുവുകൾ. ഏകതാനമായ ഗ്രാമജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി ഭിന്ന രൂപങ്ങളിലും ഭാവങ്ങളിലും ഭിന്ന വഴികളിലും ഒഴുകുന്ന ജീവിത മഹാപ്രവാഹം. ദില്ലിയിലെ മുകുന്ദന്റെ ആദ്യ ലാവണം ഒരു സ്വകാര്യ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ PA ആയിട്ടായിരുന്നു. വായനയ്ക്കും പഠനത്തിനും ധാരാളം സമയം ലഭിക്കുന്ന ഒരു ജോലിയായിരുന്നു അത്. എന്നാൽ ഏറെ താമസിയാതെ മേനോൻ സ്വന്തം ഇടം കണ്ടെത്തുകയായിരുന്നു. പത്രലോകത്തെ കുലപതിമാരിൽ ഒരാളായ കുൽദീപ് നയ്യാരുടെ നേതൃത്വത്തിലുള്ള മാധ്യമ ശൃംഖലയിലെ അംഗമായി ചേർന്നു. ഒപ്പം സ്വതന്ത്ര പത്രപ്രവർത്തകനായി പ്രമുഖ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം എഴുത്താരംഭിച്ചു. പത്രപ്രവർത്തനം മേനോന് വെറുമൊരു തൊഴിലായിരുന്നില്ല. സമൂഹ ജീവിതത്തിൽ നടമാടുന്ന നെറികേടുകൾക്കും നീതിരാഹിത്യത്തിനുമെതിരെ പ്രതികരിക്കാനുള്ള ശക്തമായൊരു മാധ്യമമായിരുന്നു. ആക്ടിവിസ്റ്റ് പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യ മാതൃകകൾ ആധുനിക ഇന്ത്യ മുകുന്ദനിൽ നിന്ന് തന്നെയാണ് പഠിച്ചെടുത്തത്. സാധാരണ പത്രപ്രവർത്തകൻ എന്നൊരു വിശേഷണം മേനോന് യോജിക്കില്ല. കാരണം ഒരു ദൗത്യം വെച്ചിട്ടുള്ള ജേർണലിസ്റ്റ് വിത്ത് മിഷൻ എന്ന് പറയാം, ഒരു ദൗത്യം വെച്ചിട്ടാണ് അദ്ദേഹം പത്രപ്രവർത്തനം നടത്തിയിരുന്നത്. നമ്മളൊക്കെ ഇന്ന് പത്രങ്ങളിലൊക്കെ വരുന്നത് എങ്ങനെ വായനക്കാരെ എങ്ങനെ സുഖിപ്പിച്ച് നിർത്തണം, വായനക്കാർക്ക് എങ്ങനെ രസകരമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സാധാരണ പത്രപ്രവർത്തകന്മാർക്കുള്ളത്. മിക്ക പത്രപ്രവർത്തകന്മാർക്ക് ഇങ്ങനെ ഒരു മിഷനോ ഒരു ദൗത്യമോ ഒന്നും ഇല്ലതാനോ. കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലൊക്കെ മിക്ക പത്രപ്രവർത്തകന്മാരും വളരെ ദരിദ്രരാണ്. ചരിത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ അറിവ് ഇല്ലാത്ത ആളുകളാണ്. ഡോക്യുമെൻറ്റിങ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ പല പത്രപ്രവർത്തകന്മാർക്കും ഇല്ല. എന്നാൽ മേനോന് തൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പോലും ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും അധികാരത്തിൻ്റെ ഭാഗത്തിരിക്കുന്ന ആളുകൾക്കാണ് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക. അത് മാറ്റിയിട്ട് ഇതിൻ്റെ പീഡനം അനുഭവിക്കുന്ന താഠനം അനുഭവിക്കുന്ന വിഭാഗത്തിന് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടായതുകൊണ്ട് മേനോൻ്റെ റിപ്പോർട്ടിങ്ങിൽ വരെ, മേനോൻ്റെ പൊളിറ്റിക്കൽ അനാലിസിസിൽ വരെ ഈ ശക്തമായ
മൂല്യബോധം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്.